ഇക്കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ BJP കേരളത്തിൽ നടത്തിയ ഒരു ഉജ്ജ്വല വിജയം എന്ന് പറയുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. സുരേഷ് ഗോപിയുടെ വിജയം. പലരുടെയും സർവേയും പ്രവചനവും ഒക്കെ തെറ്റിച്ചുകൊണ്ടാണ് ഒരു 76,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലേക്ക് കടന്നത്. അവിടെ നിന്ന് ആ പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്ന് 2 സീറ്റെങ്കിലും നിയമസഭയിലെത്തിക്കാൻ BJPക്കോ സുരേഷ് ഗോപിക്കോ സാധിക്കും. കഴിയും. ഒരു സംശയം വേണ്ട. അവിടെ BJPയെ ജയിപ്പിച്ചത് തീർച്ചയായിട്ടും സുരേഷ് ഗോപിയുടെ മനുഷ്യകാരുണ്യപരമായ പ്രവർത്തനങ്ങൾ ഒന്ന്. രണ്ടാമത്തത്, പണ്ടത്തെ കാലത്ത് RSS എന്ന് പറഞ്ഞാൽ NSS പ്രവർത്തകരെ, അതായത് കേരളത്തിലെ നായന്മാരെ സംബന്ധിച്ചിടത്തോളവും മധ്യവർഗത്തെ സംബന്ധിച്ചിടത്തോളവും NSSൻ്റെ കാര്യമല്ല പറയുന്നത്, RSS എന്ന് പറയുന്നത് വലിയൊരു അലർജി ആയിരുന്നു, നാണക്കേട്. RSSൽ പ്രവർത്തിക്കുക, RSSൻ്റെ പേര് പറയുക എന്നൊക്കെ പറയുന്നത് വലിയൊരു നാണക്കേട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതൊരു വർഗീയ വിഷമൂട്ടുന്ന സംഘടനയാണ്. കേരളത്തിൽ നിന്നുള്ള എല്ലാ മുസ്ലിങ്ങളെയും, ഇന്ത്യയിൽ നിന്നുള്ള എല്ലാ മുസ്ലിങ്ങളെയും പലായനം ചെയ്യിപ്പിക്കാൻ വേണ്ടി ഒരു സംഘടനയാണ് എന്നുള്ളതായിരുന്നു. ഇതാളുകളൊന്നും ആഴത്തിൽ വായിച്ചും പഠിച്ചും ഒന്നും അറിയാറില്ലോ. CPM അത് വളരെ ശക്തമായിട്ടുള്ള വിസ്പർ ക്യാമ്പയിനിലൂടെയും അവരുടെ തന്നെയുള്ള നറേറ്റീവുകളിലൂടെയും ടൂൾ കിറ്റുകളിലൂടെയും അത് വ്യാപിപ്പിക്കുകയും ചെയ്തു. വാസ്തവത്തിൽ വിചാരധാരയിൽ നിന്നും അടർത്തിയെടുത്ത കഷ്ണങ്ങൾ അതിനായിട്ട് അവർ ഉപയോഗിച്ചു. അതൊക്കെയാണ് ചെയ്തത്. വാസ്തവത്തിൽ ഇപ്പോൾ തിരിച്ചറിയുന്നു വരുന്നതേ ഉള്ളൂ ജനങ്ങൾ. അതായത് ഹെഡ്ഗേ വാർ എന്ന് പറയുന്ന ആൾ കോൺഗ്രസ്സിലുണ്ടായിരുന്ന ആളാണ്, കോൺഗ്രസ്സിൽ പ്രവർത്തിച്ചുകൊണ്ട് സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പ്രവർത്തിച്ച ആളാണ് എന്നൊക്കെയുള്ളത് ഇപ്പോൾ വരുന്നേ ഉള്ളൂ. ഈ ഹെഡ്ഗേ വാറിനെ തന്നെ മന്നത്ത് പത്മനാഭൻ കേരളത്തിൽ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തിയതാണ് എന്നുള്ളതും ഇപ്പോൾ ആളുകൾക്ക് ബോധ്യമായി വരുന്നേ ഉള്ളൂ. അതുവരെ ഇത് മുസ്ലിങ്ങളെ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കാനുള്ളൊരു സംഘടനയാണ്. മുസ്ലിങ്ങളിൽ ഒരു വിഭാഗത്തിന് ഇപ്പോഴും ആ വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് മോദിയെയും RSSനെയും വളരെ ശക്തമായ ഭാഷയിൽ അവർ അപലപിച്ചുകൊണ്ടും തെറി പറഞ്ഞുകൊണ്ടും അദ്ദേഹത്തിൻ്റെ അമ്മയെ പോലും തെറി പറഞ്ഞുകൊണ്ടും ഇരിക്കുന്നത്. ആ തെറ്റിദ്ധാരണ പരത്തുന്നതിലും ഇപ്പോൾ രാഹുൽ ഗാന്ധിയും ഏറെക്കുറെ വിജയിക്കുന്നുണ്ടെങ്കിലും കേരളത്തിലെ മധ്യവർഗ സമൂഹം മുഴുവൻ RSSൻ്റെ പേരിലല്ല, BJPയുടെയും പേരിലല്ല, മോദിയുടെ ഭരണ മികവിൻ്റെ പേരിൽ ഇപ്പോൾ ഈ RSSനെ അംഗീകരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. കാരണം RSS എന്ന് പറയുന്നത് BJP എന്ന് പറയുന്ന പാർട്ടിയുടെ ആത്മാവാണ്. ആ BJPയുടെ പേരിൽ ഭരിക്കുമ്പോൾ തീർച്ചയായിട്ടും മോദിയുടെ ആത്മാവെന്ന് പറയുന്നത് RSSൻ്റെ ആത്മാവ്. അത്ര മോശമായ കാര്യമൊന്നുമല്ല RSS ആവുക എന്ന് പറയുന്നത് എന്നിപ്പോൾ ബോധ്യമായിട്ടുണ്ട്. അഡ്മിനിസ്ട്രേഷൻ തലത്തിൽ വൻ വിജയം കൈവരിച്ച അശ്വിനി വൈഷ്ണവ് പോലെയുള്ള ആൾക്കാരെ നല്ല ഭരണാധികാരികളാക്കാൻ, യോഗി ആദിത്യനാഥിനെ പോലുള്ള ആൾക്കാരെ നല്ല അഡ്മിനിസ്ട്രേറ്റർമാരാക്കാൻ ഒക്കെ സാധിച്ചത് RSSൽ കിട്ടിയ പരിശീലനമാണ്. കഴിഞ്ഞ ദിവസം RSSൻ്റെ ഒരു സർസംഘചാലക് പറയുകയുണ്ടായി, RSSൻ്റെ ഏറ്റവും വലിയ സംഭാവന എന്താണ് എന്ന് ചോദിച്ചതിനുള്ള ഉത്തരവ് ഇതായിരുന്നു: RSS ശാഖകളാണ്. വെറുതെ ഞങ്ങൾ സംഭാവന ചെയ്തിട്ടില്ല, അങ്ങനെ സംഭാവനയില്ല, ശാഖകൾ നടത്തുക എന്നുള്ളതാണ്. RSSൻ്റെ സർസംഘചാലകായിരുന്ന ഹെഡ്ഗേ വാർ, അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിൽ സായുധമായിട്ട് പങ്കെടുക്കാൻ വേണ്ടി പോയി. അപ്പോൾ എന്താ ചെയ്തതെന്നറിയാം? സർസംഘചാലക സ്ഥാനം രാജിവെച്ചു. കാരണം RSS എന്ന് പറയുന്നത് അതിനു വേണ്ടിയിട്ടുള്ളൊരു സംഘടനയല്ല. RSS എന്ന് പറയുന്നത് ശാഖകൾ നടത്താൻ വേണ്ടിയിട്ടുള്ള സംഘടനയാണ്. അതുകൊണ്ട് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ പോയപ്പോൾ ഈ സ്ഥാനം ഉപേക്ഷിച്ച് മറ്റൊരാളെ ഏൽപ്പിച്ചു. എന്നിട്ട് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിന് ശേഷം തിരിച്ചു വന്നിട്ട് ചേർന്നു. അപ്പോൾ RSS ഒക്കെ ഇതിൽ പങ്കെടുത്തില്ല എന്ന് പറയുന്നത് വരെ തെറ്റാണ്. എന്ന് മാത്രമല്ല, ഗോവ വിമോചന സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് ഇതിൻ്റെ പല ഉന്നത നേതാക്കളും ജീവത്യാഗം വരിച്ചിട്ടുണ്ട്. അവരുടെ പോർച്ചുഗലിൻ്റെ പട്ടാളക്കാർ കൊന്നിട്ടുണ്ട്, ഇവരെ വെടിവെച്ച് കൊന്നിട്ടുണ്ട് മോചന സമരത്തിൽ. ഇതൊക്കെ വെറുതെ പറഞ്ഞ് ഉണ്ടാക്കുന്ന നെറേറ്റീവുകളാണ്. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇവരുടെ ദേശസ്നേഹത്തെ ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയില്ല. ഏറ്റവും ഒടുവിൽ മഹാത്മാഗാന്ധിയെ ആദരിച്ചുകൊണ്ടാണ് സർസംഘചാലക സംസാരിച്ചത്. മോശം ഭാഷയിലല്ല, ആദരിച്ചുകൊണ്ടാണ് സംസാരിച്ചത്. ഇനി ഇതിനകത്ത് നമുക്കറിയാം, സമീപ സമയത്ത് NSS എടുത്ത ഒരു തീരുമാനം LDFനോടൊപ്പം
അടുക്കുന്നു. ശബരിമല വിഷയത്തിലാണ് ഊന്നി നിന്നുകൊണ്ട്. ഓക്കെ. ഇതൊക്കെ തൃശ്ശൂരിലെ ഏതെങ്കിലും തരത്തിൽ BJPക്ക് ഒരു തിരിച്ചടി ഉണ്ടാക്കുമോ? ഒരിക്കലും തിരിച്ചടി ഉണ്ടാവത്തില്ല. അത് നമ്മുടെ വലിയൊരു തെറ്റിദ്ധാരണയാണ്, കോൺഗ്രസ്സുകാരുടെയും വലിയൊരു തെറ്റിദ്ധാരണയാണ്. ഈ NSS എന്ന് പറയുമ്പോൾ നമ്മുടെ യുവജനസംഖ്യയുള്ള ഒരു സംസ്ഥാനമാണ് കേരളം, ഇന്ത്യ പോലെ തന്നെ. ഈ യുവജനങ്ങളിൽ ആരും ഇപ്പോൾ NSSലോട്ട് ചേരുന്നില്ല. അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. എന്തിനാണ് ഈ NSS? NSS എന്ന് പറയുന്നത് വിവാഹക്രിയകൾ, അപരക്രിയകൾ, ഇതൊക്കെ ചെയ്യാൻ. ഇതിപ്പോൾ ഇവൻറ്റ് മാനേജ്മെൻറ്റ്. NSSൻ്റെ ഒരു പ്രസക്തിയും അവിടെ ഇല്ല, ഒരു പ്രസക്തിയും അവിടെ ഇല്ല. അപ്പോൾ ചെറുപ്പക്കാരും NSSൽ ഇപ്പോൾ ചേരുന്നുണ്ടോ? ഒരു അംഗങ്ങളായിട്ട് ചേരുന്നുണ്ട്? ഒന്നുമില്ല. ചെറുപ്പക്കാർ ഉപേക്ഷിച്ച് വൃദ്ധ നേതൃത്വത്തിൻ്റെ കൈകളിലാണ് NSS. അവർ പറഞ്ഞു കഴിഞ്ഞാൽ വോട്ട് ചെയ്യുന്ന ആൾക്കാരല്ല സാധാരണ ജനസാമാന്യമുള്ള NSSകാർ. സാമാന്യമായിട്ട് സാമാന്യ ബുദ്ധിയുള്ളവരാണ് അവർ സ്വന്തം തീരുമാനമെടുക്കും, സ്വന്തം നിലപാടുകളുള്ളവരാണ് അവർ. അങ്ങനെ പറഞ്ഞാൽ ഏറാൻമൂളികളായിട്ട് നടക്കുന്നവരല്ല അവർ. അവിടെയാണ് അതിൻ്റെ വ്യത്യാസം. അതുകൊണ്ട് തൃശ്ശൂരിൽ പ്രത്യേകിച്ചും BJPക്കും RSSനും ഒക്കെ വലിയ അക്സെപ്റ്റൻസ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിലേക്കൊക്കെ പടർന്നു കയറാനും ഞാനിത് ഒട്ടും അത്യുക്തിയോടുകൂടി പറയുന്നതല്ല, പടർന്നു കയറാനും ഞാൻ പോലും വിശ്വസിക്കാത്ത തരത്തിൽ വളരാനും അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. നോക്കൂ, ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് BJPയുടെ കേഡറുകളെല്ലാം വളരെ സജീവമായിട്ട് വളരെ മുമ്പേ തന്നെ, ഒരു മുഴം മുമ്പേ തന്നെ പ്രവർത്തനങ്ങൾ നിരന്തരമാണ് ഗ്രാമാന്തരങ്ങളിലെല്ലാം തന്നെ. അതാണ് അവരുടെ ഒരു സംഘശക്തി. അങ്ങനെയുള്ള പൗരന്മാരെ ഉൽപ്പാദിപ്പിക്കുന്ന ഒന്നാണ് ഈ ശാഖ എന്ന് പറയുന്നത്, ദേശസ്നേഹം വളർത്തുന്നത്. ഇന്നത്തെ സാഹചര്യത്തിൽ ദേശസ്നേഹമുള്ള ഒരാൾക്ക് നിൽക്കാൻ പറ്റുന്ന പാർട്ടി BJP മാത്രമാണ്. അങ്ങനെയുള്ള ശക്തരായിട്ടുള്ള വ്യക്തികളെ ഉയർത്തിക്കൊണ്ട് വരുന്നത് മാത്രമാണ് RSSൻ്റെ നേട്ടം. അല്ലാതെ RSS പരസ്യമായിട്ട് ഒരു സമരത്തിൽ ഏർപ്പെടാറില്ല എന്നുള്ളതാണ്. പക്ഷേ ഇന്ത്യ ചൈന യുദ്ധത്തിൽ അവർ സൈനികരെ സഹായിക്കാൻ രംഗത്തെത്തിയ സഹായമാണ്, സേവനമാണ്. ആ സേവനം ചെയ്യാറുണ്ട്. ബംഗ്ലാദേശ് യുദ്ധകാലത്തും സേവനത്തിനായി ചെന്നിട്ടുണ്ട്. മുറിവേറ്റ പട്ടാളക്കാരെയും മരിച്ച പട്ടാളക്കാരെ അടക്കുന്നതിലുമൊക്കെ അവരുടേതായിട്ടുള്ള സേവനം വേണ്ടി വന്നു. വലിയ ജനസേവനം അവർ ചെയ്തിട്ടുണ്ട്. അതൊന്നും ആരോടും ഞങ്ങൾ ഇത്രയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ള പൊങ്ങച്ചോ ആരോടും പറയാറുമില്ല അവർ. അങ്ങനത്തെ ആൾക്കാരാണ് ഈ RSSനെ നയിക്കുന്നതും അതിൻ്റെ അണികളായിട്ടുള്ളവരും. അവർക്ക് ആ RSSനെ ത്യജിക്കാൻ ഇപ്പോൾ NSകാർക്ക് നായന്മാർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. NSS എന്ത് പറഞ്ഞാലും ശരി, അതുമായിട്ട് ഒത്തുചേർന്നല്ല. NSSനേക്കാൾ ഈ കരയോഗക്കാർ ഇഷ്ടപ്പെടുന്നത് RSSനെയാണ്. അപ്പോൾ ഈ BJPയിലേക്ക് പോയ നായർ വോട്ടുകൾ തിരിച്ചു വരില്ല, LDFിലേക്ക് പോകില്ല എന്നാണ് പറയുന്നത്. ഉറപ്പായിട്ടും വിജയനാഥ്, അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. നമ്മളിപ്പോൾ ഈ പുസ്തകം എടുത്ത് വായിച്ചുണ്ടാവുന്ന അറിവിനേക്കാൾ നമുക്ക് ആൾക്കാരുമായിട്ട് ഇടപെടൽ ഉണ്ടാവുന്ന അറിവാണല്ലോ. ഞാൻ ഇതിനു വേണ്ടി പല NSകാരോട് ചോദിച്ചു, നിങ്ങളുടെ അഭിപ്രായം എന്താ? ഈ സംഗമത്തിൽ പങ്കെടുത്തുകൊണ്ട് എന്താ കുഴപ്പം? വളരെ ക്ഷുഭിതരായിട്ടാണ് അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ക്ഷുഭിതരായിട്ടാണ്. ആരോട് ചോദിച്ചിട്ടാണ് ഇയാൾ ഇത് ചെയ്തത്? വലിയൊരു വഞ്ചന കാട്ടിയെന്നുള്ള മട്ടിലാണ് അവർ സംസാരിക്കുന്നത്. ഇതിപ്പോൾ നായർ പ്രതിനിധി സഭയിൽ ഇത് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ഇമ്പൾസ് കിട്ടില്ല. ജനങ്ങളുടെ തൃണമൂല തലത്തിലുള്ള ഇമ്പൾസ് NSS നേതൃത്വം മനസ്സിലാക്കണമെങ്കിൽ താഴെ തട്ടിലെ കരയോഗക്കാരുടെ റിയാക്ഷൻ എന്താണെന്ന് അവർ മനസ്സിലാക്കണം. ആ റിയാക്ഷൻ BJPക്ക് അനുകൂലമാണ്. ആ വോട്ട് അവർ NSSൻ്റെ ജനറൽ സെക്രട്ടറി അല്ല പ്രസിഡന്റ് പറഞ്ഞാലും അവർ മാറ്റാൻ പോകുന്നില്ല. ഇതിപ്പോൾ പിണറായി വിജയൻ മാപ്പിരുന്നിട്ടാണ് അയ്യപ്പനെ കൊണ്ട് നടന്ന് വോട്ട് ചോദിക്കുകയാണ്. പണ്ട് എനിക്ക് ഓർമ്മ വരുന്നത്, പ്രാക്കുളം ഹാസി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് അയ്യപ്പ ജ്യോതി പ്രയാണം നടത്തി. കേരളം വിട്ടും പോയി. ഒരു തീർത്ഥാടന കാലത്ത് തുടങ്ങി, ആ തീർത്ഥാടന കാലത്തിൻ്റെ പരിസമാപ്തിയിൽ ഇത് തിരികെ ഈ രഥം എത്തി. അന്ന് പ്രാക്കുളം ഹാസിയെ പരിഹസിച്ചു, അയ്യപ്പനെ നാട് മുഴുവൻ ദണ്ഡിച്ച് പൈസ വാങ്ങിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട്. ഇതിപ്പോൾ അയ്യപ്പ വിഗ്രഹം പമ്പയിൽ നിന്ന് ഏറ്റുവാങ്ങി പിണറായി വിജയൻ കൊണ്ടു നടന്ന് വോട്ട് തരൂ എന്ന് ചോദിച്ച് നടക്കുകയാണ്. പക്ഷെ അതാണ് ഞാൻ ചോദിക്കുന്നത്, അത് തൃശ്ശൂരിലെ ഹൈന്ദവർ അയ്യപ്പ വിശ്വാസികൾ പിണറായി വിജയനെ വിശ്വാസം അർപ്പിക്കുമോ? അല്ല, യുവതീ പ്രവേശനത്തെക്കാൾ വലിയൊരു പ്രശ്നം ഇപ്പോൾ അയ്യപ്പ സംഗമത്തെ തുടർന്ന് ഉരുത്തിരിഞ്ഞു വന്നിരിക്കുകയാണ്. വിജയനാഥ് തന്നെയല്ലേ പറഞ്ഞ, അയ്യപ്പൻ എന്തെങ്കിലും ദോഷം ചെയ്തു കഴിഞ്ഞാൽ അപ്പം തന്നെ അതിൻ്റെ തിരിച്ചടി ഉണ്ടാവും. ചില ഉദാഹരണങ്ങളിലൂടെ എനിക്ക് തന്നെ അറിയാം. അതുപോലെ ഒരു തിരിച്ചടി വന്നിരിക്കുകയാണ്. 4 കിലോ സ്വർണ്ണം അവിടെ നിന്ന് മുക്കി അടിച്ചുകൊണ്ട് പോയി. അപ്പോൾ അമ്പലം വഴികളാണ് ദേവസ്വം ഭരിക്കുന്നതെന്നുള്ള ഒരു സന്ദേശം അയ്യപ്പൻ നൽകുകയാണെന്ന് തോന്നുന്നു. ഇത് പുറത്തു വരാൻ സഹായമായി. അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചത് നന്നായി, അല്ലെങ്കിൽ ഇത് പുറത്തു വരില്ല.
4 കിലോ സ്വർണ്ണമാണ്. എത്ര രൂപ? 500 കണക്ക് നോക്കിയാൽ ഒരു 500 കോടി രൂപയുടെ സ്വത്താണ് അവിടെ നിന്ന് അടിച്ചു മാറ്റിയിരിക്കുന്നത്. കള്ളത്തരം നടന്നിട്ടുണ്ട്. അതിന് ദേവസ്വം ബോർഡ് കൂട്ടുനിന്നിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി ദല്ലാളായിട്ട് അല്ലെങ്കിൽ മാമനായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ സ്വപ്ന സുരേഷ് കേസ് പോലെ വളരെ പ്രമാദമായ ഒരു കേസായിട്ട് ഡെവലപ്പ് ചെയ്തു വരികയാണ്, സ്നോബോൾ ചെയ്തു വരികയാണ്. രക്ഷപ്പെടാൻ പറ്റില്ല. കോടതി ഇത് വളരെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിട്ടുണ്ട്, വളരെ ഗൗരവമായിട്ട് എടുത്തിരിക്കുകയാണ്. 4 കിലോ സ്വർണം അടിച്ചു മാറ്റപ്പെട്ടിട്ടുണ്ട്. സ്വർണം ചെമ്പാക്കുന്ന ആൽക്കമിസ്റ്റ് ആണെന്ന് ഒരു മിത്തിൽ വിജയനാഥൻ അറിയാമല്ലോ ശബരിമലയെക്കുറിച്ച്. അയ്യപ്പൻ ഒരു ആൽക്കമിസ്റ്റാണ്, അതായത് സ്വർണം മാറ്റി ചെമ്പാക്കുന്ന ആളാണെന്ന് ഏതെങ്കിലും മിത്തിൽ പറഞ്ഞിട്ടുണ്ടോ? പുരാവൃത്തത്തിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പുരാണത്തിൽ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ ദ്വാരപാലക വിഗ്രഹങ്ങളിൽ ചെമ്പുപാളിക്ക് മേൽ വിജയ് മാല്യ എന്ന് പറയുന്ന മദ്യവ്യവസായി പൂശിയ, നമ്മുടെ പണ്ട് ലോൺ എടുത്തിട്ട് തിരിച്ചടയ്ക്കാതെ പോയ ആൾ. അതെ 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 ആ ആളിൻ്റെ അദ്ദേഹം അവിടെ ഒട്ടിച്ച ഈ സ്വർണത്തിൻ്റെ പൂശൽ അതെവിടെ പോയി? ആ സ്വർണം എവിടെ പോയി? ഒരു പീഠം ഇപ്പോൾ കണ്ടുപിടിച്ചു, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് വെഞ്ഞാറമ്മൂട്. ഇതപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുകയാണ് ഞാനിത് കൊണ്ടുപോയി പൂശി വെച്ച് വരാമെന്ന് പറയുമ്പോൾ ഇത് വിട്ടുകൊടുക്കാനിരിക്കുന്നവർ എന്താ പൊട്ടന്മാരാണോ ദേവസ്വം ബോർഡിലപ്പോൾ ഇരിക്കുന്നത്? ഒരു രജിസ്റ്റർ 30 രൂപയുടെ വാങ്ങിച്ച് അതിൽ പോലും രേഖപ്പെടുത്താതെ സ്വർണത്തിൻ്റെ തൂക്കമെടുക്കാതെ ഇപ്പോൾ സ്വർണത്തിൻ്റെ കണക്കില്ല. അല്ല രാജേന്ദ്ര, ദേവസ്വം ബോർഡിന് അല്ല ശബരിമലയ്ക്ക് പ്രത്യേക എക്സിക്യൂട്ടീവ് ഓഫീസർ വരെയുണ്ട് പത്തനംതിട്ട ആസ്ഥാനമായി. മാത്രമോ ചീഫ് വിജിലൻസ് കമ്മീഷണറല്ലേ? അവിടുത്തെ പിന്നെ ട്രഷററുണ്ടല്ലോ, അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ മോഷണം നടന്നിട്ടുണ്ട്, കൃത്യമായിട്ട് സ്വർണം ഉണ്ടായിരുന്നതാണെന്ന്. അവിടെ മോഷണം നടന്നിട്ടുണ്ട്. ഇത് പോയത് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വന്തം നിലയ്ക്ക് അങ്ങ് പോകുമായിരുന്നു. ചെന്നൈയിലേക്ക് പോകാൻ എത്ര സമയം വേണം വിജയനാഥ്? തിരുവനന്തപുരത്ത് നിന്ന് 2 മണിക്കൂറിനകം അങ്ങെത്താം ഫ്ലൈറ്റിൽ. പോട്ടെ, ട്രെയിനിനാണെങ്കിൽ കഷ്ടിച്ചൊരു 24 മണിക്കൂർ പോരെ ഇപ്പോഴത്തെ ട്രെയിനിൻ്റെ വേഗം അനുസരിച്ച്. ഇയാളെടുത്തിരിക്കുന്നത് 39 ദിവസം കൈ വെച്ചിട്ട് അയാൾ കൊണ്ടുപോയത്. കുറ്റമാണോ പൊന്നി എമ്പായിട്ട് മാറിയത്? അയ്യപ്പൻ പറയുകയാണ്, നിങ്ങളുടെ ദേവസ്വം ബോർഡ് വിശ്വാസികളല്ലാത്തവരുടെ ഭരണകൂടം ഇതാണ് എന്നോട് ചെയ്തിരിക്കുന്നത്, എൻ്റെ സ്വർണ്ണം അടിച്ചുകൊണ്ട് പോയി നിങ്ങളെന്ന് പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്. അയ്യപ്പ സംഗമം നിങ്ങൾ നടത്താൻ നിങ്ങൾ യോഗ്യരല്ല എന്നുള്ളത് അയ്യപ്പൻ സന്ദേശം കൊടുത്തിരിക്കുകയാണ്. NSS ഇത് കാണാത്ത അയ്യപ്പ. പക്ഷേ ഇതൊക്കെ BJPക്ക് അവിടെ ശക്തമായ ആയുധമാക്കി മാറ്റാൻ തൃശ്ശൂരിൽ നിന്നല്ല കേരളം മുഴുവൻ കഴിയും. തൃശ്ശൂരിൽ അത് കൂടുതൽ സ്പേസ് ഉണ്ടെന്നുള്ളതാണ്. പല കേരളത്തിൽ. പിന്നെ വേറൊരു കാര്യം, സുരേഷ് ഗോപിക്ക് ഒരു അഭിമാന പോരാട്ടം കൂടിയാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ്. അവിടെ നിന്ന് 6 ഇടങ്ങളിലാണ് സുരേഷ് ഗോപിക്ക് വലിയ നേട്ടം ഉണ്ടായത്. ഗുരുവായൂർ മണ്ഡലത്തിൽ മാത്രമാണ് BJP താഴെ നിന്നത്. അവിടെ ഒരു ലീഗിനുള്ള നിയമസഭാ സീറ്റ് തന്നെ ലീഗിനുള്ളതാണ്. അവിടെ പ്രത്യേകിച്ച് മുസ്ലിം ഏരിയയാണ്. അവിടെ ഹിന്ദു ആയിട്ടുള്ളത് ഗുരുവായൂരപ്പം മാത്രമേ, ബാക്കിയെല്ലാം മുസ്ലിം വിഭാഗത്തിലുള്ളവരാണ്. അപ്പോൾ ഈ 6 മണ്ഡലങ്ങളിൽ നിന്നാണ് ഏതെങ്കിലും മണ്ഡലം, ഒരു 3 മണ്ഡലമെങ്കിലും സുരേഷ് ഗോപി എത്തിക്കുമെന്നുള്ളൊരു കണക്കുകൂട്ടലാണ് പലർക്കും ഉള്ളത്. തീർച്ചയായിട്ടും സുരേഷ് ഗോപി കൊണ്ട് മാത്രമല്ല, മൊത്തത്തിൽ ഇപ്പോൾ കാറ്റ് BJPയോടുള്ള ഒരു അസ്പൃശ്യത, തൊട്ടുകൂടായ്മയൊക്കെ ഉണ്ടല്ലോ, അത് മാറി വരികയാണ്. അപ്പോൾ BJP അത് നമുക്ക് നമ്മുടെ കുടുംബത്തിന് പറ്റിയല്ല, നമ്മുടെ സ്റ്റാറ്റസിന് പറ്റിയതല്ല എന്നുള്ള വിചാരം മാറി. കേന്ദ്രം ഇത്രയും നാളും മോദി ഭരിച്ചപ്പോൾ അഴിമതിയില്ലാത്ത ഭരണം എന്താണെന്ന് ജനങ്ങൾക്ക് ബോധ്യമായി കാണിച്ചു കൊടുത്തു. നമ്മളെ ആക്രമിക്കാൻ വരുമ്പോൾ നമ്മൾ നിസ്സഹായരല്ല, തിരിച്ചടിക്കാനുള്ള ശക്തി നമുക്കുണ്ട്. നമ്മുടെ പവർ, ഇന്ത്യയുടെ ശക്തി, 140 കോടി ജനങ്ങളുടെ ശക്തി എന്താണെന്ന് കാണിച്ചു കൊടുത്തു. അതാരും അമേരിക്കയെ കാണിച്ചു കൊടുത്തു, ചൈനയെ കാണിച്ചു കൊടുത്തു, പാകിസ്ഥാനെയും തുർക്കിയെയും എല്ലാവരെയും കാണിച്ചു കൊടുത്തു. അങ്ങനൊരു ശക്തി സ്വരൂപനെയാണ് ആളുകൾ ആരാധിക്കുന്നത്. ആ ആരാധന തീർച്ചയായിട്ടും മോദിയോടുണ്ട്. അതിൻ്റെ ഫലമായിട്ട് സുമ നായരെന്നും ഈ പറഞ്ഞ പോലെ ഈ കോളേജുകളുടെ മാനേജ്മെൻറ്റ് പോലും ഫലപ്രദമായിട്ട് നടത്താൻ കഴിയാത്ത, മികവ് തെളിയിക്കാത്ത ഒരു ബോഡിയുടെ ആസ്ഥാനത്തിരിക്കുന്ന ആളിനെ അങ്ങനെ അംഗീകരിക്കത്തില്ല. ഇദ്ദേഹത്തിൻ്റെ കഴിവുകൊണ്ടാണ് ഇദ്ദേഹത്തെ അംഗീകരിക്കുന്നത്, കുടുംബമഹിമ കൊണ്ടുമല്ല. അത് നമ്മൾ ഓർക്കണം. ആ കഴിവ് പിന്നെ കിട്ടിയ അംഗീകാരം തീർച്ചയായിട്ടും സുരേഷ് ഗോപിയുടെ കഴിവുകൊണ്ട് കിട്ടുമെന്ന് വിചാരിക്കേണ്ട, മോദിയുടെ കഴിവുകൊണ്ട് തന്നെ അവിടെ നേടാൻ പറ്റും എന്നുള്ളതാണ്. മോദി കലുങ്ക് യോഗങ്ങളൊക്കെ ഇദ്ദേഹം നടത്തുന്നുണ്ട്, പക്ഷേ കാലുഷ്യം ഉണ്ടാകുന്നുണ്ട് പലപ്പോഴും, അല്ലേ? അപ്പോൾ അതുകൊണ്ട് അതും നമ്മൾ സുരേഷ് ഗോപിയിലല്ല ജനങ്ങൾ വിശ്വാസം അർപ്പിക്കുക. തീർച്ചയായിട്ടും നരേന്ദ്രമോദി എന്ന് പറയുന്നത് അദ്ദേഹം ഒരു വാസ്തവത്തിൽ ഇന്ത്യക്ക് ഈ കാലത്തിൽ ലഭിച്ച ഒരു ചരിത്ര പുരുഷമാണ്. ആ കാലഘട്ടം സംഭവാമി യുഗേ യുഗേ എന്ന് പറയുന്ന പോലെ
ചരിത്രത്തിൻ്റെ ഒരു അനിവാര്യത എന്ന് കാൾ മാർക്സ് പറയുന്നത് പോലെ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമാണ്, ഒരു കാലഘട്ടത്തിൻ്റെ പുരുഷനുമാണത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.